ഷാനവാസിനെതിരെ പൊട്ടിത്തെറിച്ച് ലാലേട്ടൻ. എന്താണ് സംഭവം പറയാം. പ്രൊമോ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോഴുള്ള പ്രൊമോയാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിനകത്ത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാണ്. അതിനിടയിലൂടെ ലാലേട്ടൻ പറയുന്നു അനുമോൾ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോഴും അവിടെ വഴക്കാണ്, ആരും ഒന്നും വകവയ്ക്കുന്നില്ല. അപ്പോഴും വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഒന്നും കേട്ടൂടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നു നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇരുന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാമെങ്കിൽ ഞാൻ സംസാരിക്കാം. അപ്പോൾ അനുമോൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാലേട്ടൻ പെട്ടെന്ന് തന്നെ ഷാനവാസ് എഴുന്നേൽക്കുന്നു. ലാലേട്ടൻ പറയുന്നു ഈ കുളമാക്കി കൊടുത്തിട്ട് താൻ വലിയൊരു മിടുക്കനായി എന്നൊരു തോന്നലുണ്ടോ? അപ്പോൾ ഷാനവാസ് ഇങ്ങനെ നോക്കുന്നത് കാണാം. അപ്പോൾ ലാലേട്ടൻ അന്ന് രാത്രി നടന്ന വഴക്ക് അമ്മയെ വിളിച്ചു എന്ന് തോന്നി, നിങ്ങൾ അയാളെ മാൻ ഹാൻഡിൽ ചെയ്യാൻ പോയില്ലേ? അപ്പോൾ ആരിനും ഷാനവാസ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഞെട്ടിയിട്ട് നോക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നു എന്താ അറിഞ്ഞുകൂടാത്ത പോലെ നിൽക്കുന്നേ? അപ്പോൾ അനീഷ് എഴുന്നേറ്റ് നിൽക്കുന്ന അതിൻ്റെ ഇടയിൽ അനീഷിനോട് ചോദിക്കുന്നു എന്താണ് അനീഷ് ഇത് ചോദിക്കുന്നു. അപ്പോൾ അനീഷ് എന്തോ പറയാൻ വരുന്നുണ്ട്. അനീഷ് എന്താ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ഇങ്ങനെ കൈ പൊക്കുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നു എൻ്റെ ഷാനവാസ്, ഒരു മിനിറ്റ് നിങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ? അയാൾ പറയട്ടെ എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ ലാലേട്ടൻ പൊട്ടിത്തെറിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അത് അനീഷ സ്പേസാണ്. അപ്പോൾ അയാളെ പറയാൻ അനുവദിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ലാലേട്ടൻ പൊട്ടിത്തെറിക്കാൻ കാരണം. അങ്ങനെയാണ് പ്രൊമോ അവസാനിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് ഇവിടെ പെട്ടു, അതാണ് സത്യം. കാരണം ഇത്രയും ടെൻഷൻ മുഖത്ത് കാണണമെങ്കിൽ ഷാനവാസ് ഉത്തരം മുട്ടിയൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഷാനവാസ് ഉത്തരം മുട്ടിയൊരു അവസ്ഥയിലാണ്, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം വാ മൂടി കിട്ടിയൊരവസ്ഥ, അങ്ങനെയാണ് ഷാനവാസ് ഇരിക്കുന്നത്. ഷാനവാസ് ആകെ പൊളിഞ്ഞിരിക്കുകയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പെട്ട് പൊളിഞ്ഞിരിക്കുകയാണ്. ഷാനവാസിൻ്റെ മുഖം തന്നെ വ്യക്തമാക്കാം പ്രമോന്ന്. അതായത് ലാലേട്ടൻ ഓരോ വാക്കുകളും എടുത്ത് പറയുമ്പോൾ ഷാനവാസ് ഇങ്ങനെ തലവാത്തി നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആ പ്രമോക്കകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഷാനവാസ് പൊളിഞ്ഞിരിക്കുകയാണ്. കാരണം ഏത് വിഷയമാണെന്ന് അറിയാലോ ഇത് ഇപ്പോൾ ചോദിച്ചത്. ഈ പ്രൊമോയിൽ കണ്ടത് നമ്മുടെ ആരുടെ ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഷാനവാസ് കുളമാക്കി കൊടുത്തിരുന്നില്ലേ? അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണുക. അതിനകത്ത് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടാസ്ക് നല്ല രീതിയിൽ അവർ ചെയ്തു വരികയായിരുന്നു. ആരിനും അക്ബർ, അതുപോലെ തന്നെ ബിന്നി, സാബുമൻ ഇവരൊക്കെ കൂടിയിട്ട് നല്ല രീതിയിൽ ചെയ്തു വരികയായിരുന്നു. അപ്പോൾ ഷാനവാസിനെ ഇതിൻ്റെ ഇടയ്ക്ക് എടുത്തപ്പോൾ ഷാനവാസ് അതിനകത്ത് എന്തുണ്ടാക്കി ആ കുളമാക്കുന്ന പരിപാടി എല്ലാവരുടെ അടുത്തും പോയി പറഞ്ഞു. ഈ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഷാനവാസ് ഇത് കേൾക്കേണ്ട ആൾ തന്നെയാണ്. 100% ഇത് കേട്ടേ പറ്റത്തുള്ളൂ. ഇതിൽ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ പണിഷ്മെൻറ്റ് എന്തെങ്കിലും കിട്ടുമായിരിക്കും, ചിലപ്പോൾ എല്ലാ കാർഡ് കിട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രൊമോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.